എടുത്തില്ലല്ലോ അവൻ, തൃപ്തി കല്യാണിയില്ല. അതിൻ്റെ ബ്രാൻഡ് അംബാസഡറും പരസ്യ മോഡലും ഒക്കെ അവൻ തന്നെ. കൂടെ ഇതുപോലെ ഊണ് കഴിക്കുന്ന വീഡിയോ ഒക്കെ എടുത്ത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഇടും. പിന്നെ പരസ്യമെന്ന് പറഞ്ഞ് തള്ളോട് തള്ളിനൊരു കുറവുമില്ല. പരസ്യമൊക്കെ കണ്ടാലും കേട്ടാലും തോന്നും എന്തോ ഭയങ്കര സംഭവമാണ്, വലിയ കടയാണെന്നൊക്കെ. ആ MC റോഡിൻ്റെ സൈഡിലെങ്ങാണ്ട് ഉള്ളൊരു ചെറിയ കടയാണ്, ഒരു ഹോട്ടൽ. പിന്നെ ഇവൻ്റെ വേറെ ചില വീഡിയോകളൊക്കെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ വരും. അയ്യോ, കണ്ടുകൊണ്ടിരിക്കത്തില്ല. അലമ്പെന്ന് പറഞ്ഞാൽ അലമ്പ്. പ്രായം ഇത്രയായെങ്കിലും ഒരു ഉളുപ്പുമില്ല. തൊലിക്കട്ടി എന്ന് പറഞ്ഞാൽ ആപാര തൊലിക്കട്ടി തന്നെ. എന്തെല്ലാം കോമാളിത്തരങ്ങളാണ് കാണിക്കുന്നത്. കടയുടെ പരസ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയും. പിന്നെ അല്ലാത്ത കുറേ വീഡിയോകൾ. പിന്നെ ഫേസ്ബുക്കിലൊക്കെ കിടന്ന് ചള്ളും പൊട്ടും എഴുതി വയ്ക്കുന്ന മൊത്തം ഭ്രാന്ത്. എഴുതുന്ന എന്താണെന്ന് അവനും അറിഞ്ഞൂടെ, വായിക്കുന്നവർക്കും അറിഞ്ഞൂടെ. ചെയ്യുന്ന വീഡിയോ എന്തിനാണെന്ന് അവനും അറിഞ്ഞൂടെ, കേൾക്കുന്നവർക്കും അറിഞ്ഞൂടെ. ഒരുപാട് പിള്ളേരെ പഠിപ്പിച്ച ട്യൂട്ടോറിയൽ വാദ്യരെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ക്വാളിറ്റിയും കാണുന്നില്ല. കോമാളിത്തരങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരു അധ്യാപകനാണെന്നൊന്നും തോന്നത്തില്ല. എന്തോ ഒരു ജന്മം, എന്തൊരു ചെയ്യാൻ, സഹിക്കുക തന്നെ. ഊണ് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ചോറായി, പരിപ്പായി, പപ്പടമായി, ആവിയൽ, അതിനടുത്തെന്തോ മരച്ചീനി മത്തനോ കണ്ടാണ്. പിന്നെ പച്ചടി, തോരൻ വരെ ആയിട്ടുണ്ട്. ഇനിയുണ്ടോ? അതെന്തോ ഇഞ്ചിയോ മറ്റോ ആണ്. വേറെ എന്തോ ഇപ്പോൾ തൊട്ട് വെച്ചല്ലോ, അത് അച്ചാറാണെന്ന് തോന്നുന്നു. എല്ലാം ഇച്ചിരിച്ചേ ഉള്ളൂ. നാട്ടുകാർക്ക് ഇങ്ങനെ തന്നെ കൊടുക്കുന്നത്. എന്താ മാറിപ്പോയി. അത് ചമ്മന്തിയാണ്, ചമ്മന്തി. ഇത്രയൊക്കെ ഉള്ള ആക്ഷനൊക്കെ ഉണ്ട്. കുപ്പിവെള്ളമൊക്കെ അടുത്തിരിപ്പുണ്ട്. കുപ്പിവെള്ളമൊക്കെ വെച്ച് കാര്യമായിട്ടുള്ള കഴിപ്പ് തന്നെ. സ്റ്റീൽ ഗ്ലാസ്സിൽ ഒഴിച്ചാണ് കുടിക്കുന്നത് കൂറ്റായി. വേറെ ഫുഡ് ബ്ലോഗറൊക്കെ എന്തിന്, പുള്ളി തന്നെ മതിയല്ലോ പരസ്യത്തിന്. കഴിക്കാറായില്ല, ഇനി എന്തോ നോക്കി ഇരിക്കുന്നത്. മീൻ ഫ്രൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഒറ്റയ്ക്കേ ഉള്ള, ആരും കയറക്കൊന്നും ഇല്ലേ കടയിൽ? കഴിച്ചു തുടങ്ങി. കൊള്ളാമെന്ന് പുള്ളി തന്നെ കഴിച്ചിട്ട് പുള്ളി തന്നെ പറയുന്നത് കൊള്ളാമെന്ന്. അത് നാട്ടുകാരിലൂടെ പറയണ്ടേ, ഇയാളാണോ പറയണ്ടേ? എന്തൊക്കെ കാണണം, കേൾക്കണം. എന്തൊക്കെ തള്ളുന്നുണ്ട്. വീഡിയോ എടുക്കുന്ന ആളോടാണ് എന്തൊക്കെ തള്ളുന്നുണ്ട്. അതൊക്കെ മ്യൂട്ട് ചെയ്തിരിക്കുകയാണ് തോന്നുന്നത്. അത് എന്തായാലും ഭാഗ്യമായി. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇത്രയും നേരം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഹോട്ടൽ തൃപ്തി കല്യാണി സദ്യാലയം, സ്റ്റേറ്റ് ഹൈവേ, MC റോഡ്, വാഴോട് ഭാഗം, തട്ടത്തുമല, തിരുവനന്തപുരം, കൊല്ലം ജില്ലകളുടെ അതിർത്തി ഭാഗത്തായിട്ട് വരും. MC റോഡിൽ, സ്റ്റേറ്റ് ഹൈവേയിൽ. താങ്ക് യു.